ഗരീബ് ആസ്വദിക്കാനായി സലാലയിലെത്തുന്നവർ നിർബന്ധമായും പോകുന്ന സ്ഥലമാണ് വാദി ഹന്ന. ഇടതൂർന്ന മലഞ്ചെരുവിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന പ്രകൃതിദത്ത സ്വിമ്മിംഗ് പൂൾ. വാദി ഹന്നയ്ക്ക് സമീപത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബയോബാബ് മരങ്ങളെ കാണാം. കുറച്ചുകൂടി യാത്ര ചെയ്താൽ ഗ്രാവിറ്റി പോയിന്റിന്റെ മാജിക്കും ആസ്വദിക്കാം. കുത്തനെയുള്ള ഇറക്കമിറങ്ങി ചെന്നാൽ കാത്തിരിക്കുന്നത് ഒരു പൂളാണ്. മലഞ്ചെരുവിൽ പ്രകൃതി ഉണ്ടാക്കിയെടുത്ത മനോഹരമായ ഒരു പൂൾ. സലാലയിൽ നിന്നവർ മിസ്സാക്കാത്ത ഇടമാണ് വാദി ഹന്ന. സലാലയിൽ നിന്ന് 72 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മർബാത്ത് റോഡിലാണ് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഈ അത്ഭുതമുള്ളത്. മലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളത്താൽ രൂപപ്പെട്ട കുളത്തിന് തടയണ കെട്ടി ഭംഗിയാക്കിയിട്ടുണ്ട്. ആഴമുള്ളതും ആഴം കുറഞ്ഞതുമായ 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. സലാലയിൽ എത്തുന്നവർ ചാടിക്കുളിക്കാനെത്തുന്ന ഇടം കൂടിയാണ് വാദി ഹന്ന. ദുബായിൽ നിന്ന് വന്നാണ്, വന്നതിന് നഷ്ടമായിട്ടില്ല. സംഭവം 10,200 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നാണെങ്കിലും പൊളി. മഴ കുറച്ച് കുറവുണ്ട്, മിക്കവാറും മഴ പെയ്യായിരിക്കും. ഞങ്ങൾ നല്ല മനുഷ്യന്മാരെ തന്നെ മഴ പെയ്യേണ്ടതാണല്ലോ. തീർച്ചയായിട്ടും മഴ പെയ്യുന്ന വിശ്വാസത്തിലാണ്. ഞങ്ങൾ 10 വർഷത്തോളമായിട്ട് ഇവിടെ സലാലയിൽ തന്നെയാണ്. ഇവിടെ 16 വർഷമായി, ഞാൻ 10 വർഷമായി. ഇവിടെ കുറച്ച് പേര് 2 വർഷത്തോളമായി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം മഴ കുറവാണ്. പറയാനുള്ള അടിപൊളി. ആദ്യമായിട്ടാണ് സലാല ജോലിക്ക് വരുന്നത്. പുറത്താദ്യമായിട്ടാണ്, ഫസ്റ്റ് തന്നെ സലാലയാണ്. ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാ. ബാക്കിയുള്ള ദുബായ് കൺട്രീസിലൊക്കെ ചൂടാണെന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ അടിപൊളി എന്ന് പറയാം. നാട്ടിൽ നിന്ന് മാറിക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. കുറെ ഒരു 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇത്ര ഒരു മഴ കുറഞ്ഞൊരു സീസൺ, ഖരീഫ് സീസൺ ആദ്യമായിട്ടാണ് ഇപ്പോൾ സലാലയിൽ. എന്നാലും കുഴപ്പമില്ല, വിദേശികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. സലാല മൊത്തത്തിൽ കച്ചവടക്കാർക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള 2 മാസങ്ങളാണ് ജൂലൈ ഓഗസ്റ്റ്. വാദി ഹന്ന ഒളിപ്പിച്ചു വെച്ച മറ്റൊരു അത്ഭുതം ബയോബാബ് മരങ്ങളാണ്. കാടിന്റെ അമ്മ എന്നറിയപ്പെടുന്ന പടുകൂറ്റൻ വൃക്ഷങ്ങൾ ഇവിടെ കാണാം. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇതിന്. വാദി ഹന്നയിലെത്തുന്നവർ ഗ്രാവിറ്റി പോയിന്റിന്റെ മാജിക്കും ആസ്വദിച്ചായിരിക്കും മടങ്ങുക. മീഡിയ 1 സലാല.